ഹരിശ്രീ ഗണപതയെ നമ. അവിഘ്നമസ്തു നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ ഡിസംബർ മാസത്തിൽ എങ്ങനെയാണ് രാശിഫലം, നിങ്ങളുടെ നാളുകൾക്ക് എങ്ങനെയാണ് മാറ്റങ്ങളെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് പറയുന്നത് മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം 4 നാളുകളാണ്. ആദ്യമേ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് ബെല്ലിൻ്റെ ആകട്ടെ ചിത്രമുണ്ട്, തൊട്ട് കഴിയുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ളത് ഒന്ന് തൊട്ട് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയൊക്കെ ആദ്യം തന്നെ ലഭിക്കും. നമ്മൾ ആദ്യം തന്നെ പറയുന്നത് മൂലനാളിനെ കുറിച്ചിട്ടാണ്. 12ലും ജന്മരാശിയിലുമായിട്ട് ആദ്യത്തിനും ചൊവ്വയും സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പിരിമുറുക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, നിങ്ങൾ കണ്ടകശനിയുമാണ്. രാഹു 3ലും സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ 7ലേക്ക് വ്യാഴം വരുന്നത് കൊണ്ട് തന്നെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾക്കും സാധ്യതയുണ്ട്. തൊഴിൽ സ്ഥലത്ത് തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അഭിവൃദ്ധി നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒപ്പം ജോലി ചെയ്യുന്നവരുടെ സഹകരണവും ആത്മാർത്ഥതയും ഒക്കെ ഉണ്ടാകും. പക്ഷേ എന്നാലും ചില ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ കൃത്യമായ ചികിത്സയിലൂടെ അത് പരിഹരിക്കാൻ സാധിക്കും. പക്ഷേ കുടുംബത്തിൽ അലോസരങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. പക്ഷേ എന്നാൽ അവയ്ക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ ഒറ്റ കാര്യമായി ശ്രദ്ധിക്കുക, കടം വാങ്ങാതിരിക്കുക. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് മാറും. ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് പൂരാട നാളിനെ കുറിച്ചിട്ടാണ്. ആദിത്യനും ചൊവ്വയും ശനിയും അനിഷ്ട സ്ഥാനങ്ങളിലാണ് തുടരുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം കഴിവുകൾ തിരിച്ചറിയാനാവാത്തൊരു അവസ്ഥ നിങ്ങൾക്ക് വരും. പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തേണ്ടി വരുന്നതാണ്. അധികാരികൾ ഒക്കെ ശത്രുപക്ഷത്തിലേക്ക് അവർക്ക് പിന്തുണ കൊടുക്കാൻ സാധ്യത. നിങ്ങൾക്കൊരു സാധ്യത കാണും നിങ്ങളോട് സഹകരിക്കാനായിട്ട്. അതുപോലെ തന്നെ രോഗത്തിലിരിക്കുന്ന ആൾക്കാർക്ക് പ്രതിരോധശേഷി കിട്ടണമെങ്കിൽ കുറച്ചും കൂടി മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള വ്യക്തികളുമായിട്ട് നിങ്ങൾ പിണങ്ങാൻ സാധ്യത കാണുന്നുണ്ട്. അതുമാത്രമല്ല, ഗവേഷണത്തിൽ കൂടുതൽ വിവരശേഖരണം ആവശ്യമായിട്ടും വരും. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതായിട്ട് വരും. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ചില സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കും. തീർത്ഥാടനത്തിനൊരു യോഗം കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പൂരാട നാളിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഉത്രാട നാളിനെ കുറിച്ച് പറയാനാണെങ്കിൽ, ധനുക്കൂറുകാർക്ക് കാര്യനിർവഹണത്തിൽ ഉത്സാഹം കുറയും. പക്ഷേ മുൻ തീരുമാനങ്ങളൊന്നും നിങ്ങൾക്ക് എളുപ്പം ചെയ്തു തീർക്കാൻ സാധിക്കുകയില്ല. തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തൊക്കെ വിയോജിപ്പൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ചില ആൾക്കാർ പിന്തുണ പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കണമോ എന്ന് നിങ്ങൾക്ക് സംശയമായിരിക്കും. പക്ഷേ എന്നാൽ മകരക്കൂറുകാർക്ക് നല്ലതാണ്. ബിസിനസ്സിൽ വരുമാനം അധികരിക്കും. പുതിയ കാര്യങ്ങൾക്ക് ഉള്ള അനുമതിയൊക്കെ ലഭിക്കുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ. ഭൂമി വ്യവഹാരത്തിൽ വിജയം വരാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് യാത്രകളൊക്കെ കൂടുതലായിട്ട് വരും. പക്ഷേ എന്നാൽ അതിനകത്ത് നേട്ടങ്ങളും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഉത്രാടത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി തിരുവോണ നാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ മുന്നേറ്റം തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അർഹതയ്ക്കുള്ള അംഗീകാരം ലഭിക്കുകയും ചെയ്യും. പക്ഷേ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടും. ഇതെല്ലാം സഹപ്രവർത്തകരെ അസൂയാലുക്കളാക്കാൻ സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ തൊഴിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നല്ല ഫലം ഉണ്ടാകുന്നതാണ്. കൂടുതൽ അറിവ് നേടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നത് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. വസ്തു വിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തടസ്സമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. ചിലവുകളെ ചൊല്ലി വീട്ടിൽ തർക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് തിരുവോണത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ
മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.